ഭയങ്കര ഫീൽ ചെയ്തു സിനിമ കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമാണ്. ഇതിന്റെ ഭാഗമാകാൻ പറ്റിയത് ഞാൻ അഭിമാനിക്കണം. എന്താ പറയാതെ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നു പറയാനും പറ്റില്ല. രണ്ടുപേരും വ്യത്യസ്ത റോളുകളാണ്, അതെല്ലാം അറിയാലോ, രണ്ടുപേരെ അറിയാം. ജാഫ്രിക്കനെ കണ്ടിട്ടില്ല, രക്ഷയില്ല. എനിക്ക് ജാഫർ ഇടുക്കിയാണ് ഇഷ്ടമായത്. പിന്നെ കുറെ പേര് ചോദിച്ചു ഹാർട്ട് ടച്ചിങ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടോന്നുള്ളത്. പടം കുറച്ച് ഇമോഷണലാണ്. അതേപോലെ തന്നെ ക്ലൈമാക്സ് വരെ നമുക്ക് കണ്ടിരിക്കാനുള്ളതാണ്. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര പ്രതീക്ഷിക്കാം. ഡിഫറെന്റ് ആയിരുന്നു, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ചില സീൻ നല്ല അഭിനയമായിരുന്നു. അറിയുന്ന സംഭവം, ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു സംഭവത്തിന്റെ അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. അതിന് ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ കഥയിൽ ഓരോ എഡിറ്റിങ്ങിലെല്ലാം വളരെ വ്യത്യസ്ത പുലർത്തിയിട്ടുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ ജാഫർ ഇടുക്കിയും ഇന്ദ്രൻസ് ഉണ്ടൊക്കെ മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ജാഫർ ഇടുക്കി ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള അഭിനയം. പല സന്ദർഭങ്ങളും നമ്മളെ കരയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. പടം ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഞാൻ ചെയ്ത പടം എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ഞാൻ ഇമോഷണലായി, തീർച്ചയായും ഇമോഷണലായി, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ഇരിക്കുവാണ്. ഉറപ്പായും നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു കുട്ടി ആയിട്ടുള്ള റിലേഷൻ, പിന്നെ അത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ തന്നെ കാണണം. റിയൽ സ്റ്റോറി ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. ബട്ട് എനിവേ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ പടത്തിൽ. നമുക്ക് ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ജാഫ്രിക്കയുടെയും അതുപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെയും പെർഫോമൻസ് ഒന്നും പറയാനില്ല. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, കണ്ണ് നിറയിച്ചു. നമ്മൾ കണ്ടിരുന്നു പോകും. കുറച്ച് സെക്കൻഡ്സ് നമ്മൾ പടം കഴിഞ്ഞിട്ടായാലും ഒന്നവിടെ ഇരിക്കും. അപ്പോൾ എല്ലാവരും പടം കാണുക, സപ്പോർട്ട് ചെയ്യാം. അടിപൊളി പടമായി. അതിന്റെ കഥയാക്കി അതിനൊരു ജീവൻ കൊടുത്തു. എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഉള്ളൂരാൻ വക്കീൽ ഒരു പാടാണ്. ക്രിമിനൽസിനൊക്കെ ഇങ്ങനെ രക്ഷപ്പെടുത്തുന്ന കുറെ വക്കീലന്മാര് ഒക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ പലർക്കും തോന്നാറുണ്ട്. ഇയാളൊന്ന് കൊന്നു കിട്ടിയിരുന്നെങ്കിൽ, ഇയാളൊന്ന് എന്തെങ്കിലും ചെയ്ത് കിട്ടിയിരുന്നെങ്കിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ. അത് നമ്മൾ ചെയ്തു എന്ന് നമുക്ക് തോന്നാൻ പാകത്തിനൊരു പടം. ജാഫർക്കൊക്കെ പൊളിച്ച് കുറച്ചും കൂടി വേണ്ടിയിരുന്നു. ജാഫർക്ക് സൂപ്പറായിട്ട്, ജാഫർക്ക് സൂപ്പറായി ചെയ്തു പടം. നല്ല കഥ, നല്ല തിരക്കഥ, സംഭാഷണം ഒക്കെ നല്ലത്. സൂപ്പർ പടം. ഒരു ഫാമിലി കാണേണ്ട പടം. കണ്ണും കാതൊക്കെ ഒന്ന് പൊത്താതെ കാണാം സിനിമ. ഒരു ബോറില്ല, നല്ല സിനിമ. കണ്ണ് നനയിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. പടം എല്ലാവരും കാണണം. ഞാനും അതിനകത്ത് ലോട്ടറി സെല്ലറുടെ റോള് ഞാനാണ് ചെയ്തത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തോ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് തന്നെ വന്നിരുന്ന് കാണണം. ഈ പടം ഫാമിലിയായിട്ട് കാണേണ്ട പടമാണ്. എല്ലാവരും കുടുംബസമേതം വന്നിരുന്ന് കാണുക. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. അടിപൊളിയാണ്. കാണാതൊന്നും അത്രയ്ക്ക് നല്ലതാണ്. അപ്പം അതിനകത്തൊരു എസ്ഐയുടെ ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. ജാഫർക്ക് അതാ പറഞ്ഞ് കരഞ്ഞു പോയി. നല്ല അത്രയ്ക്ക് നല്ല ഒത്തിരി പെർഫോമൻസ് ആണ്. നിങ്ങളെല്ലാവരും പോയി കാണണം.